ഈശ്വർ മാൽപേ സംഘവും മടങ്ങുകയാണോ എന്നുള്ള വിവരമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ഈശ്വർ മാൽപേ മടങ്ങുകയാണ്. നമുക്കൊപ്പം സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സാരംഗ്, സമാന്തരമായി 2 പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയും മറ്റൊന്ന് ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയും. എന്തുകൊണ്ടാണ് ഈശ്വർ മാൽപേ ഇപ്പോൾ ഈ പരിശോധന, ഈ തെരച്ചിൽ നിർത്തി മടങ്ങാൻ തീരുമാനിച്ചത്? ആര്യ, ഇന്ന് രാവിലെ തൊട്ടാണ് ഇത്തരത്തിൽ സമാന്തരമായ 2 രീതിയിലുള്ള തിരച്ചിലിന് വഴിയൊരുങ്ങിയത്. ഈശ്വർ മാൽപേ മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയതുപോലെ തന്നെ അതിരാവിലെ ഇവിടെ എത്തി തിരച്ചിൽ നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനിടെ ഡ്രഡ്ജിംഗ് നടത്തുന്ന പ്രദേശത്തേക്ക് ആ ഒരു മേഖലയിലേക്ക് ഈശ്വർ മാൽപേ കടന്നു വരേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടെയാണ് ഇന്നലെ ഒരു വാഹനത്തിന്റെ ക്യാബിനടക്കം കണ്ടെത്തിയ ആ ഒരു പ്രദേശത്തേക്ക് മാറി കരയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് ഈശ്വർ മാൽപേ തിരച്ചിൽ നടത്താൻ നിർബന്ധിതനായത്. പിന്നീട് അവിടെ എത്തി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ചില മരത്തടികളും അതുപോലെ തന്നെ ഒരുപക്ഷെ കടയിൽ നിന്നൊക്കെ തന്നെയാവാം അത്തരത്തിലുള്ള ചില പാത്രങ്ങൾ അടക്കമുള്ള വസ്തുക്കളൊക്കെ തന്നെ ഈശ്വർ മാൽപേക്ക് കിട്ടുകയുണ്ടായി. പിന്നീട് അതിനുശേഷം ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്നൊരവസ്ഥ വന്നതോടുകൂടി തന്നെ ഈശ്വർ മാൽപേ ഇനി തിരച്ചിലിന് ഇറങ്ങേണ്ടതില്ല എന്ന തരത്തിൽ ജില്ലാ ഭരണകൂടം തീരുമാനമെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് നദിയിലിറങ്ങി തിരച്ചിൽ നടത്താനുള്ള അനുമതി നിഷേധിക്കുന്ന ഒരവസ്ഥ വന്നു. പിന്നീട് മാധ്യമങ്ങളെ കാണുന്നതിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ പോലും ഒരു പരിധിവരെ അദ്ദേഹത്തിന് ഒരു നിയന്ത്രണം വരുന്നൊരവസ്ഥ വന്നു. യൂട്യൂബ് ചാനലിൽ ഈശ്വർ മാൽപേയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യരുത് എന്നുള്ള കർശന നിർദ്ദേശവും ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് പോകുന്നൊരവസ്ഥ വന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു കർശന നിയന്ത്രണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിലക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈശ്വർ മാൽപേക്ക് മുന്നിലേക്ക് ജില്ലാ ഭരണകൂടം വെക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. കാരണം ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, പ്രധാനമായും ഡ്രഡ്ജർ കൊണ്ട് പോലും സാധിക്കാത്ത ഇടങ്ങളിലേക്കൊക്കെ പലപ്പോഴും ഈശ്വർ മാൽപേ എത്തി ഒരു കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വാഹനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ കരയിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ആ ഒരു കോർഡിനേഷൻ ഇപ്പോൾ വലിയ തോതിൽ വീഴ്ചകൾ സംഭവിക്കുന്നു, വിള്ളലുകൾ സംഭവിക്കുന്നു. അത് ജില്ലാ ഭരണകൂടവും ഈശ്വർ മാൽപേയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ ആ രീതിയിൽ തന്നെ ബാധിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഈശ്വർ മാൽപേ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഈശ്വർ മാൽപേയും സംഘവും ഇവിടെ നിന്ന് അവരുടെ മുഴുവൻ സന്നാഹങ്ങളും മുഴുവൻ എടുത്ത് ഇവിടുന്ന് മടങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ആര്യ, ഈശ്വർ മാൽപേ മലയാളികൾക്ക് പോലും ഇപ്പോൾ ഈശ്വർ മാൽപേ ഒരു പരിചിതമായ പേരാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം മുഴുവൻ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹം കോരിയെടുത്ത ജീവനുകളെ കുറിച്ചറിയാം, അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചറിയാം, ആ രീതികളെ കുറിച്ചറിയാം. എത്രയും ദുർഘടമായ പ്രതിസന്ധിയേറിയ ദൗത്യങ്ങളാണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ ആ പ്രയാസം, ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ച ആ രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ അർജുന്റെ കുടുംബത്തിന് മാൽപേ കൊടുത്തൊരു ഉറപ്പുണ്ട്, അതെല്ലാം വേണ്ട എന്ന് വെച്ച് പോകാൻ അദ്ദേഹത്തെ നിർബന്ധനാക്കിയത് എന്തായിരിക്കും സാരംഗ്? ആര്യ, എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഗുജറാത്തിൽ നിന്ന് വന്ന പ്രത്യേക ഡൈവിംഗ് സംഘമാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് ടീമിനോടൊപ്പം തന്നെ ചേർന്ന് തിരച്ചിൽ നടത്തുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ അവർ ഓക്സിജൻ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ്, ജനറേറ്റർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഓക്സിജൻ അവർക്ക് ഉപയോഗിക്കത്തക്ക വണ്ണത്തിലുള്ള രീതിയിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ ഡ്രഡ്ജിംഗ് സംഘത്തോടൊപ്പം വന്ന ഗുജറാത്തിൽ നിന്ന് വന്ന പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള സംഘത്തിലെ ഒരാൾ ഇപ്പോൾ നദിയിലേക്ക് നേരത്തെ പരിശോധന നടന്നിരുന്ന ആ ഒരു മേഖലയിലേക്ക് തന്നെ വീണ്ടും ഡൈവിങ്ങിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മേഖല തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിലും പരിശോധന നടക്കുക. കാരണം നേവി സ്പോട്ട് ചെയ്ത ആ പോയിന്റിലേക്ക് ഇതുവരെയും ഈ ഡ്രഡ്ജിംഗ് സംഘത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അവിടെ വലിയ തോതിൽ ആഴമുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഡൈവിംഗ് നടത്തിയ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതെന്താണ് ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുന്നില്ല. കാരണം പ്രത്യേക പരിശീലനം നേടിയ ഗുജറാത്തിലെ ഡൈവർമാർക്ക് ഇവിടെ ഇറങ്ങി പരിശോധന നടത്താനുള്ള അനുമതി കിട്ടുന്ന അതേ സമയത്ത് തന്നെയാണ് ഈശ്വർ മാൽപേക്ക് ഇവിടെ അനുമതി ലഭിക്കാതെ പോകുന്നതും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായത് എന്നതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആര്യ.